UDF ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ചർച്ച തർക്കമായി മാറുകയും ചെയ്തിട്ടുണ്ട്. 3 പേരാണ് രംഗത്തുള്ളത്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയാണ്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ കെ സി വേണുഗോപാലിനായിരിക്കും മുൻതൂക്കം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കണ്ടറിഞ്ഞാണ് കെ സുധാകരൻ വെടിപൊട്ടിച്ചത്. എന്തായാലും 4-ാം തീയതി റിസൾട്ട് വരും. അതിനുശേഷം മാത്രമേ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഇതുവരെയുള്ള രാഷ്ട്രീയ നിരീക്ഷണം വെച്ചും സർവേ റിപ്പോർട്ടുകളിലെ വിവരങ്ങൾ വെച്ചും UDF അത്ര എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്തിനാണ് ഇപ്പോഴേ മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നത് എന്ന ചോദ്യമൊക്കെ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആധിപത്യം സ്ഥാപിക്കണം. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ PR വർക്ക് സജീവമാക്കണം, ഉയർത്തി കാണിക്കണം. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന രൂപത്തിലുള്ള പോസ്റ്ററുകളൊക്കെ വരണം സോഷ്യൽ മീഡിയയിൽ. അതിനുവേണ്ടിയുള്ള PR വർക്ക് സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു PR വർക്കിന്റെ ഭാഗമായി വോയിസ് ഓഫ് കേരള എന്ന ഫേസ്ബുക്ക് പേജിൽ കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: UDF വിജയത്തിനായി കെ സി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് ഐശ്വര്യ പറയുന്നു, UDF വിജയത്തിനായി കെ സി എന്ത് ചെയ്തു? അതാണ് കാർഡ്. 1. കൃത്യമായ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പിന്തുണ നോക്കി ജയസാധ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി. 18 ദിവസത്തിൽ 80-ലധികം മണ്ഡലങ്ങളിലും 100-ലധികം വേദികളിലും നേരിട്ടിറങ്ങി പ്രചാരണം നയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ താരപ്രചാരകരെ കേരളത്തിൽ എത്തിച്ചു. എല്ലാ ഘടകങ്ങളും അനുകൂലമാക്കാൻ മാസങ്ങൾക്ക് മുൻപേ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി സാഹചര്യങ്ങൾ അനുകൂലമാക്കി. 60 മണ്ഡലങ്ങളിലേക്ക് AICCയുടെ മുഴുവൻ സമയ നിരീക്ഷകരെ നിയോഗിച്ചു. വിമതരെ നേരിൽ കണ്ട് മത്സരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? കെ സി എന്തൊക്കെയാണ് ചെയ്തത് ഈ വിജയത്തിന് വേണ്ടി, ഇലക്ഷൻ പ്രചാരണത്തിൽ ഇടപെടുന്നതിന് വേണ്ടി, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നതിന് വേണ്ടി, അത് ഒന്ന് ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത്. എന്നാൽ അതിൻ്റെ കമൻ്റ് ബോക്സ് തുറന്നപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടുന്നത്. കെ സി വേണുഗോപാലിനെതിരെ ഇതാ വി ഡി സതീശൻ പക്ഷം വലിയ ആക്രമണമാണ് നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ. കെ സി വേണുഗോപാലിനെ അനുകൂലിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നാൽ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ കയറി മേയും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് 1-2 സാമ്പിൾ കമൻറ്റുകളുടെ സാമ്പിൾ നോക്കാം. 1.6K കമൻ്റാണ് എന്ന് വെച്ചാൽ 1600ഓളം കമൻറ്റുകളുണ്ട്. മുഴുവൻ വായിച്ചു പോകാൻ കഴിയില്ല. 1-2 മാത്രം വായിക്കാം. അതിങ്ങനെയാണ്: പക്ഷേ ഒരു കുഴപ്പമുണ്ട് സാറേ, ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് സതീശന്റെ ശക്തമായ നിലപാടുകളും നേതൃപാഠവും കണ്ടിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ കെ സി ഈ സീനിൽ ഒന്നിൽ പോലുമില്ല. വെറുതെ എത്ര കിടന്ന് മെഴുകിയാലും ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. അതാണ് ആദ്യത്തെ പോസ്റ്റ്. അതിനുശേഷം പറയുന്നു വീഡിയോട് എന്ന് വെച്ചാൽ വി ഡി സതീശനോട് നീതികേട് കാണിച്ചാൽ അടപടലം ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ നിന്നകലും. ഇരിക്കാൻ സ്ഥലം കൊടുത്തവനെ ചവിട്ടി മാറ്റി കിടക്കുന്ന മാന്യന്മാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻ്റാണ്. കോൺഗ്രസിന് കഴിഞ്ഞ് 10 വർഷം ഭരണം കിട്ടാത്തതിന് ഒരേ ഒരാൾ മാത്രമാണ് കാരണം. 2016 തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുമ്പോൾ തുടർഭരണം ഉറപ്പാക്കി ഉമ്മൻചാണ്ടി സർക്കാർ നിൽക്കുമ്പോൾ അന്നത്തെ വിമത ഹരിത MLA ചെയ്ത പണിയാണ് കഴിഞ്ഞ 10 വർഷവും അധികാരത്തിൽ എത്താതെ പോയത്. ആർക്കെതിരെയാണ്? വി ഡി സതീശനെതിരെ കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. നീണ്ട പോസ്റ്റാണ്. വി ഡി സതീശൻ എന്തൊക്കെ ചെയ്തു ഉമ്മൻചാണ്ടിക്കെതിരെ എന്ന് എണ്ണി പറയുന്ന പോസ്റ്റർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവന് ഈ പാർട്ടിയോട് എന്ത് സ്നേഹം! കഴിഞ്ഞ 10 വർഷം അധികാരത്തിന് പുറത്ത് UDF നിൽക്കേണ്ടി വന്നു എങ്കിൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് വി ഡി സതീശൻ എന്ന്. അതിനുശേഷം വീണ്ടും ഒരു പോസ്റ്റ്: വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് ആയിരുന്നു ചെയ്ത പ്രവർത്തനങ്ങളുടെ മാനദണ്ഡത്തിലാണ് ഈ പ്രാവശ്യം UDF ലഭിക്കുന്ന വിജയം. മറ്റൊരു കോൺഗ്രസ് നേതാവിനെ പോലെയും കെ സി വേണുഗോപാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണുഗോപാൽ വിജയതന്ത്രം മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉള്ളപ്പോൾ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കെ സി വേണുഗോപാലിനെ. അതിനുശേഷമാണ് കെ സി ഒരു കോപ്പും ചെയ്തില്ല, വി ഡി സതീശനാണ് കൃത്യതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, ജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം. തീർച്ചയായും സതീശന്റെ മികവിന്റെ വെളിച്ചത്തിലാണ് UDF തിളങ്ങുന്നതും വിജയിക്കുന്നതും. കെ സി കേന്ദ്രം തകർത്ത് നശിപ്പിച്ച് ഇങ്ങോട്ട് കെട്ടിയിറങ്ങി. വി ഡി സതീശൻ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആൾ. ഇതാണ് കെ സി കേന്ദ്രം തകർത്തു നശിപ്പിച്ചു, ഇങ്ങോട്ട് കെട്ടിയിറങ്ങിയിരിക്കുന്നു എന്നാണ് മറ്റൊരു കമൻറ്റ്.
അതുകൊണ്ട് ഇങ്ങേരെ മുഖ്യമന്ത്രി ആക്കണമായിരിക്കും. ആരെ? കെ സി വേണുഗോപാലിനെ. ഈ പറഞ്ഞത് എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ തന്നെ രാജ്യസഭാ എം പി ആയിരുന്ന ആൾ അത് രാജിവെച്ചിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഇനി ലോക്സഭാ എം പി സ്ഥാനം രാജിവെക്കണം. കേരളത്തിൽ മത്സരിക്കുന്ന ഇടത്തെ നിലവിൽ ജയിച്ചു വരുന്ന MLA അയാളുടെ സ്ഥാനം രാജിവെക്കണം. അതൊന്നും കേരളത്തിൽ നടപ്പില്ല എന്ന് പറയുന്നു. കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ പാർലമെന്റ് കോൺഗ്രസിന് കൈപ്പൊക്കാൻ ആൾ കാണില്ലായിരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകില്ലായിരുന്നു. വേണുഗോപാൽ AICC സെക്രട്ടറി ആവുകയും ഇല്ലായിരുന്നു. BJP കോൺഗ്രസ് പാർട്ടിയേക്കാൾ കേന്ദ്ര നേതാക്കളെ ഇറക്കിയില്ലേ? സർവേ നടത്തിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. 2026 ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസ് കോട്ട അല്ലാതെ ഒരിടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ എതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവൻ സംഘടനാ സെക്രട്ടറി അന്ന് ബാക്കി സ്റ്റേറ്റ് എല്ലാം BJPക്ക് കൊടുത്തു, പാവം അണികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ്. KC പലതും ഉണ്ടായിരിക്കാം, പക്ഷേ VD ആണ് നിലവിൽ യോഗ്യൻ. രമേശും യോഗ്യനാണ്, പക്ഷേ KC വേണ്ട. KC ആക്കിയാൽ 2 ഇലക്ഷൻ വേണം, അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. അങ്ങനെ നിരവധി 1600ഓളം പോസ്റ്റുകളാണ് ഇതിന് പിറകിലുള്ളത്. കെ സി വേണുഗോപാലിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിന് വേണ്ട, ഇവിടെ VD സതീശനുണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നശിപ്പിച്ച ആളാണ് കെ സി വേണുഗോപാൽ. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയിറങ്ങുന്നുണ്ട്, അങ്ങനെ ഇറങ്ങേണ്ട എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കമൻറ്റുകളും VD സതീശനെ അനുകൂലിച്ചുകൊണ്ടാണ്. KC അനുകൂലിച്ചുകൊണ്ട് 1-2 കമൻറ്റുകൾ മാത്രം വന്നിട്ടുണ്ട്. 1600ഓളം കമൻറ്റുകളാണ് ഉള്ളത്. കെ സി വേണുഗോപാലിനെ പൊളിച്ചടുക്കിക്കൊണ്ട് സൈബർ യുദ്ധം സോഷ്യൽ മീഡിയയിൽ അരങ്ങുവാഴുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ KC അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ഇടാൻ ഇപ്പോൾ ആരും തയ്യാറാകാത്ത അവസ്ഥയുണ്ട്. സൈബർ അടികൾ ഒന്നടങ്കം KCക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. VD സതീശനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇവർ രംഗത്തിറങ്ങുന്നത്. തർക്കം VD സതീശനും KC വേണുഗോപാലും തമ്മിലായി മാറിയിട്ടുണ്ട്. നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. KCയെ വലിച്ച് താഴെയിടാൻ സൈബർ അണികളെ ഇറക്കുന്നു VD സതീശൻ. KCയെ മുഖ്യമന്ത്രിയാക്കാൻ സ്വന്തം PR വർക്ക് നടത്തുന്നു KC വേണുഗോപാൽ. ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിക്കുന്നതിന് മുമ്പ് തന്നെ തമ്മിലടി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നത് ഓർത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, UDFന് വോട്ട് ചെയ്തവർ തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് എന്ന് വേണം പറയാൻ.